ഇതാ ഈ ബോട്ട് വരുന്ന കണ്ടില്ലേ, ഇത് സർക്കാർ ബോട്ടാണ്. ഇത് കായൽപ്പുറത്ത് നിന്ന് വേണാട്ടുകാടേക്ക് വരുന്ന റൂട്ടാണ്. ഗ്രാമീണ വഴികളെന്ന് പറയുന്ന പോലെ തന്നെ ഗ്രാമീണ കനാലിലൂടെ വരുന്ന ബോട്ട്. വേണാട്ടുകാട് എത്തിക്കഴിഞ്ഞാൽ കാണാവുന്ന ഒരു മനോഹരമായ പാലമാണിത്. ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ട 2-3 ചേട്ടന്മാരെ ഉണ്ടായിരുന്നു. അന്നേരം അവരുമായിട്ട് ഞാൻ ജസ്റ്റ് ഈ പാലത്തിൽ നിൽക്കുകയാണ്. ആ ബോട്ട് പോകുന്ന ആ ഒരു ലുക്ക് കണ്ടില്ലേ. നഗരത്തിന്റെ വലിയ ഒച്ചപ്പാടി നിന്നൊക്കെ മാറി ഒരു ഗ്രാമീണ പ്രദേശം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഈ കാഴ്ചകളൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് ആസ്വദിച്ചിട്ട് പോകാം. ആ ഒരു പാലത്തിന്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഇതാ ബോട്ട് ഇപ്പോൾ ഒരു ബോട്ട് ചെട്ടിയിലേക്ക് അടുത്തിരിക്കുകയാണ്. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമൊന്നുമല്ല, ഇത് ഒരു ഗ്രാമീണ ഭംഗി തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ വെള്ളമൊക്കെ പൊങ്ങാറുണ്ട്. ഇത് കുട്ടനാടാണ്. പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് ഈ ഒരു സ്ഥലം അവരുടെ സ്വർഗം തന്നെയാണ്. അവർക്കുള്ള ഭക്ഷണം, അതായത് കൃഷി കാര്യങ്ങൾ, മീൻ എല്ലാം ഇവിടെ നിന്ന് തന്നെ അവർക്ക് ലഭിക്കും. കൂടാതെ നാട്ടിൻപുറ കാഴ്ചകൾ കാണിച്ചു തരുന്ന ഒരിടം കൂടിയാണ് ഈ ഒരു സ്ഥലം. കുട്ടനാടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, കൃഷിയും കായലും വള്ളവും എല്ലാം ചേർന്നൊരു പ്രദേശമാണിത്. ഇപ്പോൾ ഈ ബോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചതുർത്ഥിയാഗരി വഴിയാണ്. മൈബോസ് സിനിമയിൽ ദിലീപും മമതയും ഒക്കെ കൂടെ ആയിട്ട് വരുന്ന സ്ഥലവും ഇതാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ റൂട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം നമ്മളിവിടെ നിന്നു പോകും. കാരണം ഈ ഒരു സ്ഥലത്തെ ഭംഗി അത്രയ്ക്കാണ്. കണ്ടില്ലേ, ഞങ്ങളിപ്പം ഓടിച്ചു പോകുന്ന ഒരു പാലം, ആ പാലവും ആ പാടവും എല്ലാം കൂടെ ആയിട്ട് ചേർന്നുള്ള ആ ഒരു മനോഹാരിത നോക്കി നിങ്ങൾ. പിന്നെ ഡ്രോൺ ഷൂട്ട് ആയതുകൊണ്ട് ഡ്രോണിൽ കാണുന്ന കാഴ്ചയാണിത്. പക്ഷേ എങ്കിൽ തന്നെയും നിങ്ങൾ ഒരു വട്ടം ഒന്ന് വെറുതെ ഇവിടെ വന്ന്, നിങ്ങൾ ബൈക്കിലാണെങ്കിലും വന്നൊന്ന് നിന്ന് നോക്ക്. അപ്പോൾ അറിയാം ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയും നമുക്ക് ആ മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷവും. കൃത്യം പറഞ്ഞാൽ മൈബോ സിനിമയിൽ കാണിക്കുന്ന പാലം ഇതാണ്. ഇതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട്. വരികയാണെങ്കിൽ അതിരാവിലെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ വരാൻ ശ്രമിക്കുക. കാരണം വെയിലാണ്. വെയിലില്ലാത്ത സമയത്ത് ഇവിടെ വന്നാലാണ് കുറച്ചും കൂടെ നല്ലത്. ആലപ്പുഴയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മങ്കൊമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുക. അവിടെ നിന്ന് ക്യുസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള റൂട്ട് കയറുക. അവിടേക്ക് വരുമ്പോൾ ഒരു മുസ്ലിം പള്ളിയുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. ക്യുസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു പള്ളി ഉണ്ടാവും. അവിടെ ഉള്ള ഒരു മുസ്ലിം പള്ളിയാണ്. ആ പള്ളിയിലേക്ക് പോകുന്ന വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് ചതുർത്ഥിയാഗരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേരാം. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ കായലിന് തൊട്ട് സൈഡിൽ, അല്ലെ തോടിന് തൊട്ട് സൈഡിലായിട്ട് റോഡ് വരുന്ന രീതിയിലുള്ള ഭാഗമാണ്. അതിരാവിലെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള സമയത്ത്, സൺസെറ്റ് സമയത്തൊക്കെ വരികയോ അല്ലെങ്കിൽ അതിരാവിലെ ഉള്ള സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെയിലൊന്നും കാണില്ല. നല്ല സുഖകരമായിട്ട് ഇവിടെ വന്നതാ ഈ റൂട്ട് ഈ രീതിയിലൊക്കെ കണ്ടുപോവാം. പിന്നെ ഉച്ചയ്ക്കൊക്കെയാണ് വരുന്നതെങ്കിലും രാവിലെയാണ് വരുന്നതെങ്കിലും വേണാട്ടുകാടിൻ്റെ അവിടെ ഹോട്ടലുണ്ട് ചേച്ചിമാരുടെ. അവിടെ ചെന്ന് നമുക്ക് ഫുഡും കഴിക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ പോയി നോക്കൂ. ഓക്കെ, താങ്ക് യു.